കാർഷിക വാർത്തകൾ. ടയർ വ്യവസായികൾ കേരളത്തെ അവഗണിക്കുന്നതായി പരാതി. വടക്കുകിഴക്കൻ മേഖല റബ്ബറിൽ പിടിമുറുക്കുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. ത്രിപുര, അസം, മേഘാലയ എന്നിവ ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദനത്തിന്റെ 17.5% സംഭാവന ചെയ്യുന്നു. 1 മുമ്പ് 7.8% ഇപ്പോൾ ഇത് ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ത്രിപുരയുടെ ഉൽപ്പാദനം ഇരട്ടിയിലധികമായി. അസമിലും മേഘാലയയിലും ഗണ്യമായ വർധനവുണ്ടായി. ടയർ കമ്പനികൾ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് കൂടുതലായി റബ്ബർ വാങ്ങുന്നു. സർക്കാർ സംരംഭങ്ങളും വ്യവസായ പിന്തുണയുമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രകൃതിദത്ത റബ്ബർ തോട്ടങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സർക്കാർ സംരംഭങ്ങളും വ്യവസായ പിന്തുണയും ഫലം കണ്ടു തുടങ്ങിയതായി വ്യവസായ വൃത്തങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദശകത്തിൽ മൊത്തം റബ്ബർ ഉൽപ്പാദനത്തിൽ ഈ മേഖലയുടെ പങ്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചതായി ഓൾ ഇന്ത്യ റബ്ബർ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ ത്രിപുരയുടെ ഉൽപ്പാദനം 39,000 ടണ്ണിൽ നിന്ന് 91,500 ടണ്ണായി ഉയർന്നു. അസമിന്റെ ഉൽപ്പാദനം 13,600 ടണ്ണിൽ നിന്ന് 46,500 ടണ്ണായി ഉയർന്നു. മേഘാലയ 11,775 ടണ്ണിലെത്തി. ഈ ദശകത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദകരായ കേരളത്തിൽ ഉൽപ്പാദനം 6.5 ലക്ഷം ടണ്ണിൽ നിന്ന് 6.1 ലക്ഷം ടണ്ണായി കുറഞ്ഞു. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര റബ്ബർ ഉൽപ്പാദനം ഏകദേശം 8.5 ലക്ഷം ടണ്ണാണ്. വടക്കുകിഴക്കൻ മേഖല ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം ടൺ സംഭാവന ചെയ്യുന്നു. ഇന്ത്യയുടെ മൊത്തം റബ്ബർ ആവശ്യകത 14.5 ലക്ഷം ടൺ ആയതിനാൽ ടയർ കമ്പനികൾ അധിക സ്രോതസ്സുകൾക്കായി വടക്കുകിഴക്കൻ മേഖലയെ ആശ്രയിക്കുന്നു. കേരളത്തിലെ ഉൽപ്പാദനം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. അതിനാൽ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് വിപുലീകരണത്തിനുള്ള സാധ്യതകൾ ബാക്കിയാണ്. ഓൾ ഇന്ത്യ റബ്ബർ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി സിംഗ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേര വില കുതിച്ചുയർന്നതോടെ വെളിച്ചെണ്ണ വിലയിലും വൻ വർധന. ഒരാഴ്ചക്കിടെ വെളിച്ചെണ്ണ വിലയിൽ 15 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ബുധനാഴ്ച വെളിച്ചെണ്ണ കിലോയ്ക്ക് മൊത്തവില 378 രൂപയായിരുന്നു. ഒരാഴ്ച മുൻപ് വെളിച്ചെണ്ണയുടെ വില 363 രൂപയും ഒരാഴ്ചക്കിടെ 15 രൂപയാണ് വർദ്ധിച്ചത്. മില്ലുകളിൽ നിന്ന് വാങ്ങുമ്പോൾ കിലോയ്ക്ക് 385 രൂപ മുതൽ 390 രൂപ വരെ നൽകണം. വെളിച്ചെണ്ണ വില അനുദിനം കുതിക്കുമ്പോൾ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ്. അതേസമയം പല കുടുംബങ്ങളും മറ്റ് എണ്ണകളിലേക്ക് മാറിക്കഴിഞ്ഞു. പാം ഓയിലും സൂര്യകാന്തിയുമാണ് ഉപയോഗിക്കുന്നതെന്ന് അവർ പറയുന്നു. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം മൂലം ഇപ്പോൾ അടുക്കള ബഡ്ജറ്റ് ആകെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുമൂലം നമുക്ക് കറികളിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മുൻപ് 215 രൂപ 280 രൂപ വരെയും വിലയുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം 300, 385 രൂപ കൊടുത്താൽ മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അതുകൂടാണ്ട് തന്നെ ഇപ്പം കറികളിലൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാം ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് പല പല രോഗങ്ങളും കറികളുടെ ടേസ്റ്റും മാറിക്കൊണ്ടിരിക്കുന്നു. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കൂടിയത് ഹോട്ടലുകാരെയും ബാധിച്ചു. താങ്ങാനാവാതെ വരുമ്പോൾ ഉപയോഗം കുറയ്ക്കും. അത് സ്വാദിനെ ബാധിക്കും. മറ്റ് എണ്ണകൾ ഉപയോഗിച്ചാൽ രുചി വ്യത്യാസമുണ്ടാകും. ഇത് കച്ചവടത്തെയും ബാധിക്കും. വില കുതിച്ചതോടെ മായം കലർന്ന വെളിച്ചെണ്ണയും വ്യാപകമാകുന്നത് പ്രതിസന്ധിയാണ്. മോശം കൊപ്രയിലാട്ടിയെടുക്കുന്ന ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കലർത്തി വിൽക്കുന്നവരുണ്ടെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിലയിടിവിൽ നിന്ന് കരകയറി പൈനാപ്പിൾ. മെയ് ആദ്യവാരം 20 രൂപയിൽ താഴെ എത്തിയ പൈനാപ്പിൾ ഒരെണ്ണത്തിന് വില ഇപ്പോൾ 60 രൂപയായി ഉയർന്നു. ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഉൽപാദനത്തിലുണ്ടായ വലിയ കുറവും വിപണിയിൽ വൻ ഡിമാൻഡുമാണ് പൈനാപ്പിൾ വില കുതിച്ചുയരാൻ കാരണമായത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പൈനാപ്പിൾ മൂത്തുപഴുക്കുന്നതിനായി സാധാരണയേക്കാൾ കൂടുതൽ സമയം എടുത്തതും വിലവർധനയ്ക്ക് കാരണമായി. മാർച്ച് അവസാനം 55 രൂപ മുതൽ 60 രൂപ വരെയായിരുന്നു പൈനാപ്പിൾ വില. ഏപ്രിൽ തുടക്കത്തിലും 50 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നു. എന്നാൽ മെയ് ആദ്യവാരം വില 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിൾ 18നും 20 രൂപയ്ക്കുമിടയിലാണ് കഴിഞ്ഞ മാസം തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ചത്. നിലവിൽ ആവശ്യത്തിന് പൈനാപ്പിൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളത്. 2 മാസമെങ്കിലും കാത്തിരുന്നാലേ പൈനാപ്പിൾ കാര്യമായി വിപണിയിലെത്തൂ. ആവശ്യകത കൂടിയതിനാൽ വില വരും ദിവസങ്ങളിൽ ഇനിയും ഉയരും. ഉൽപാദനം കുറഞ്ഞതോടെ സംസ്ഥാനത്ത് 2000 ടൺ വരെ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 300-400 ടൺ മാത്രമാണ് പ്രതിദിനം കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പാമോയിൽ ഇറക്കുമതി 84% ഉയർന്നു. മെയ് മാസത്തിൽ 6 മാസത്തെ ഏറ്റവും ഉയർന്ന ഇറക്കുമതിയാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ പാമോയിൽ ഇറക്കുമതി മെയ് മാസത്തിൽ 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്കെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ സസ്യ എണ്ണ വാങ്ങുന്ന രാജ്യമായ ഇന്ത്യയുടെ പാം സോയ ഓയിൽ ഇറക്കുമതി ഉയർന്നത് മലേഷ്യൻ പാം ഓയിൽ വിലയെയും US സോയ ഓയിൽ ഫ്യൂച്ചറുകളെയും സഹായിക്കും. മെയ് മാസത്തിൽ പാം ഓയിൽ ഇറക്കുമതി ഏപ്രിൽ മുതൽ 84% ഉയർന്ന് 5,92,888 മെട്രിക് ടണ്ണായി. 2024 നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് സോൾവന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു. 2024 ഒക്ടോബറിൽ ഇന്ത്യ ഓരോ മാസവും ശരാശരി 7,50,000 ടണ്ണിലധികം പാമോയിൽ ഇറക്കുമതി ചെയ്തതായി SCA പറഞ്ഞു. സോയ ഓയിലിന്റെ ഇറക്കുമതി 10.4% വർദ്ധിച്ച് 3,98,585 ടണ്ണിലെത്തി. ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. സൂര്യകാന്തി എണ്ണയുടെ ഇറക്കുമതി 1.9% വർദ്ധിച്ച് 1,83,555 ടണ്ണിലെത്തി. പാം ഓയിലിന്റെയും സോയ ഓയിലിന്റെയും ഉയർന്ന ഇറക്കുമതി മൂലം മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം സസ്യ എണ്ണ ഇറക്കുമതി ഒരു മാസം മുമ്പുള്ളതിനേക്കാൾ 33% വർദ്ധിച്ച് 1.19 ദശലക്ഷം ടണ്ണായി. ഡിസംബർ മുതലുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 300 രൂപ കൂടി. ഏലക്ക വില ഉയർന്നു. റബ്ബർ അവധി വ്യാപാരത്തിൽ വീഴ്ച. ഏലക്ക വില 2 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ചുവടുവെച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ കയറ്റുമതിക്കാർക്കൊപ്പം ആഭ്യന്തര വാങ്ങലുകാരും ഏലക്ക സംഭരണത്തിന് മത്സരിച്ചു. ലേലത്തിൽ വന്ന 23,540 കിലോ ചരക്കിൽ 23,251 കിലോയും വിറ്റഴിഞ്ഞു. മികച്ച ഇനം ഏലത്തിന് ഏപ്രിൽ മധ്യത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയായ കിലോഗ്രാമിന് 3,288 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,443 രൂപയിലും കൈമാറി. റബ്ബർ അവധി വ്യാപാരത്തിൽ ഉൽപ്പന്ന വില താഴ്ന്നത് കണ്ട് മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിലും ഷീറ്റ് വില കുറഞ്ഞ് കിലോ 201 രൂപയിൽ വ്യാപാരം നടന്നു. സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഉൽപാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസൺ ആയതിനാൽ വിൽപ്പന സമ്മർദ്ദത്തിനുള്ള സാധ്യത രാജ്യാന്തര റബ്ബർ വിലയിൽ ചാഞ്ചാട്ടമുളവാക്കാം. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് ഷീറ്റ് 19,700 രൂപയിലും 5ാം ഗ്രേഡ് 19,400 രൂപയിലും വിപണനം നടന്നു. ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന വാങ്ങലുകാർ കുരുമുളക് മാർക്കറ്റിൽ നിന്നും അകന്ന് മധ്യവർത്തികളെ സമ്മർദ്ദത്തിലാക്കാൻ നീക്കം നടത്തി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ടെർമിനൽ വിപണിയിൽ നിന്നുമുള്ള അവരുടെ പിന്മാറ്റം വിലയിൽ പ്രതിഫലിക്കുമെന്ന നിഗമനത്തിലാണ് അന്തർ സംസ്ഥാന ഇടപാടുകാർ. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില കിലോ 666 രൂപയായി താഴ്ന്നു. തമിഴ്നാട് ലോബി വെളിച്ചെണ്ണ വില തുടർച്ചയായ 3ാം ദിവസവും ക്വിന്റലിന് 675 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനെ ചുവടുപിടിച്ച് കൊച്ചിയിൽ 7ാം ദിവസവും എണ്ണവില 300 രൂപ ഉയർന്ന് 32,300 രൂപയായി. വിപണിയിൽ അരങ്ങേറുന്ന കൃത്രിമ വില കയറ്റം സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന ഭാവത്തിലാണ്. പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ കിലോ 400 രൂപ കടന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ വില കുറഞ്ഞ സൂര്യകാന്തി, പാമോയിൽ തുടങ്ങിയവയിലേക്ക് ചുവടുമാറ്റാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. കമ്പോള നിലവാരം. റബ്ബർ RSS 4 197, RSS 5 194, ലാറ്റക്സ് 141. ജാതിക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ. ഗ്രാമ്പു 880. അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320. കുരുമുളക് ഗാർബിൾഡ് 68,600, കുരുമുളക് അൺഗാർബിൾഡ് 66,600. ഏലക്ക 2,100 മുതൽ 2,200 വരെ. വെളിച്ചെണ്ണ 32,300, കൊപ്ര 21,900, ചുക്ക് 22,500.